ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ബംഗളൂരു എഫ് സിയും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും തമ്മിലുള്ള മത്സരം ഈ വരുന്ന ഏപ്രിൽ 11-ാം തീയതിയാണ്. അന്നേരം നമ്മൾ അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ടീമിനെ പറ്റിയുള്ള കാര്യങ്ങളും കേരളത്തെയും നമ്മുടെ ബംഗളൂരിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളോടൊത്തിരി സപ്പോർട്ട് വളരെ വലുതാണ്, കാരണം വ്യൂസ് കിട്ടുന്നില്ല, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വീഡിയോയ്ക്കകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം കാണുന്നവർ അങ്ങോട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തൊന്ന് സെറ്റാക്കുക. ബ്ലാസ്റ്റേഴ്സ് ഫാനാണെങ്കിലും ബംഗളൂരു ഫാനാണെങ്കിലും ഏത് ടീമിൻ്റെ ഫാനായിക്കോട്ടെ, എല്ലാവരും ISL ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ട് നമുക്ക് വളരെ വലുതാണ്, മുമ്പോട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഏറ്റവും അനിവാര്യകരവുമാണ്. ഓക്കെ, നമ്മളന്നേരം വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇപ്പം ബംഗളൂരു എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും തമ്മിലുള്ള മത്സരമാണ് നമുക്ക് നടക്കാനുള്ളത്. അന്നേരം ഇപ്പം ഏറ്റവും മോശം സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു പോകുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ കളിച്ചാലും മറ്റ് എവയെ പോയി കളിച്ചാലും എല്ലാം മോശം എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ആ ഒരു ട്രാക്കിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു രക്ഷകനായിട്ടാണ് നമ്മുടെ അശ്രി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന ഈ ഒരു കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു നിയമിച്ചിരിക്കുന്നത്. അന്നേരം ആ കോച്ചിൻ്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലപോലെ മിന്നിത്തിളങ്ങുമെന്നുള്ള പ്രതീക്ഷയോടെ കൂടെ തന്നെയാണ് ആരാധകരായാലും മറ്റുള്ള ആൾക്കാരായാലും ഒക്കെയും ഇരിക്കുന്നത്. കാരണം ആ ഒരു കളി കഴിഞ്ഞേ ഉള്ളൂ, താരം വന്നേ പിന്നെ ഒരു കളിയാണ് കഴിഞ്ഞത്. അത് ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബുമായിട്ട് 2-0 പരാജയമാണ്. ഹോമിലാണോ എവേലാണോ, അത് എവേലാണെന്ന് തോന്നുന്നു. അതെ, ഹോം മത്സരത്തിൽ നമ്മുടെ എവേ മത്സരത്തിലാണ് നമ്മുടെ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബുമായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. അന്നേരം ആ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാനൊന്നും അല്ല വന്നത്, നമ്മൾ ഈ പറഞ്ഞു വന്നതാണ്. അതിന് ഇങ്ങനെ കുറച്ച് തോൽവികൾ തുടരെ ചെന്നൈ ആയിട്ട്, ഈസ്റ്റ് ബംഗാളായിട്ട്, പഞ്ചാബ്, ഹൈദരാബാദ് എല്ലാവരായിട്ടും ഭയങ്കര തോൽവിയോട് കൂടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ബംഗളൂരുവിനെ നേരിടാൻ വരുന്നത്. BFC ആയിക്കോട്ടെ, കളിച്ച കളികളെല്ലാം ജയിച്ച് തൊട്ടതെല്ലാത്തിനെയും പൊന്നാക്കിക്കൊണ്ടാണ് BFC കടന്നു വരുന്നത്. അന്നേരം അവരുടെ പുതിയ കോച്ചായ പെപ്പ് മുനോസ് ആയാലും എല്ലാം റൺ-റേസിംഗ് ആണ്. അവരെ പകുതി വരെയും റൺ-റേസിംഗ് ആണ് അവരുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് അവരെ ഒരു പരിധി വരെയും പോയിന്റ് ടേബിളിൽ നിൽക്കുന്നതിൽ ഒരു മുഖ്യ കാർമ്മികത്വം വഹിച്ചത് റൺ-റേസിംഗ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അന്നേരം ഈ ഒരു ഫോമിനാണ് ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന് BFCയെ പരാജയപ്പെടുത്താൻ പറ്റുമോ എന്ന് അവിടെ ആരാധകരോട് ചോദിച്ചാലും സംശയമാണ്. മറ്റുള്ള ആരോട് ചോദിച്ചാലും ഈ ഒരു ഫോമിലാണെങ്കിൽ നടക്കുന്ന കാര്യമില്ല. കാരണം ഇതുവരെയും കൊമ്പന്മാർക്ക് അവരുടെ മഹിഷ്മതിയായ ശ്രീകണ്ഠയിൽ ചെന്ന് കൊമ്പൻ്റെ ആർപ്പുവിളി മുഴക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സമയം വരെയും 10-13 വർഷമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് അതിന് മാത്രം കഴിഞ്ഞിട്ടില്ല എന്ന് സംശയം പറയാം. അത് ഉറപ്പാണ്. അതുമാത്രം പൊട്ടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടില്ല. അത് ഇനി കഴിയുമോ എന്നാണ് നാം നോക്കി കാണുന്നത്. ഓക്കെ, അത് ഈ ഒരു ഫോമിലാണെങ്കിൽ നടക്കത്തില്ല എന്ന് തന്നെ നിസ്സംശയം എനിക്ക് ഉറപ്പുണ്ട്. എല്ലാ ഫാൻസിനും അത് ഉറപ്പാണ്. ഓക്കെ, ഇപ്പം വേറൊരു വീഡിയോ വരുന്നുണ്ട്, അത് മറ്റൊന്നുമല്ല, ഫോർസ പറയാം, പീറ്റർ ഹാഡ്ലി താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നുണ്ട്, നമ്മൾ ആ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും എല്ലാം കൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് പണി കിട്ടിയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് തന്നെയാണ് BFCയുമായിട്ടുള്ള മാച്ച് വരുന്നത്. എന്തായിത്തീരും എങ്ങനെയായിത്തീരും എന്ന് നമുക്ക് ഇപ്പോഴേ പ്രഖ്യാപിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ ഒരു കളിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയില്ല എന്ന് തന്നെ സംശയം ഉറപ്പിക്കാൻ കഴിയും. കാരണം BFC അതുപോലെ ATK മോഹൻ ബഗാനോടായാലും എല്ലാവരും BFC കളിക്കുന്ന രീതി, അല്ലെങ്കിൽ പുതിയ കോച്ച് വന്ന പിന്നെ അവരുടെ സിസ്റ്റത്തിൻ്റെ മാറ്റം എല്ലാം വളരെ വളരെ ബുദ്ധിമുട്ടേറിയതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നും എളുപ്പമാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്നേരം എല്ലാവരും കളി കാണുക, ആ ഒരു ഏറിയ ആ ഒരു കളി എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലാം പ്രതിഷേധത്തിലാണ്. മഞ്ഞപ്പടയാണെങ്കിലും ഒക്കെ ഇനിയിപ്പം മാനേജ്മെൻറ്റ് മാറാതെ അവരുടെ നയത്തിനൊത്തുള്ള തീരുമാനങ്ങൾ എടുക്കാതെ മഞ്ഞപ്പട സ്റ്റേഡിയത്തിലേക്ക് വരത്തില്ലെന്നും ആ ഒരാരവം ഉണ്ടാവില്ലെന്നും എന്നാണ് മഞ്ഞപ്പടയും പറയാം. പക്ഷേങ്കിൽ ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാറ്റം വളരെ അനിവാര്യമാണ്. എത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്ന് വിശ്വസിക്കാൻ കഴിയട്ടെ.
ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മാച്ച്. ആ ഒരു ഇതിൻ്റെ നമ്മളൊരു നോക്കിയതാണ്. പക്ഷേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നമ്മുടെ ചെന്നൈയായിട്ട് 1-0 പൊട്ടി. അത് സ്വന്തം ഹോമിലാണ് 1-0 പൊട്ടിയതെന്ന് ചിന്തിക്കുക. പിന്നെ ഈസ്റ്റ് ബംഗാളുമായിട്ട് 3-1 എവേ പോയി പൊട്ടി. പിന്നെ പഞ്ചാബുമായിട്ട് ഹോമിൽ 2-0 പൊട്ടി. പിന്നെ ഹൈദരാബാദുമായിട്ട് എവേ പോയിട്ട് 2-0 പൊട്ടി. എല്ലാം പൊട്ടൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒരു മാറ്റം കുറിക്കാൻ കഴിയട്ടെ ആഷ്ലി വെസ്റ്റ്വുഡിന്. പിന്നെ ബംഗളൂരുവിൻ്റെ ആണെങ്കിൽ ബംഗളൂരു ഗോവയായിട്ട് ഫസ്റ്റ് കഴിഞ്ഞ മത്സരം ജയിച്ചു, 2-0 ജയിച്ചത്. പിന്നെ ഈസ്റ്റ് ബംഗാളുമായിട്ട് ഇൻ്റർ കാഷായിട്ട് 3-1 ജയിച്ചു, അത് എവേ ആണ്. പിന്നെ ബംഗളൂരു ഹോമിൽ മുംബൈ ATK ഹോമിലായിരുന്നു, അത് ഡ്രോയാണ്. പിന്നെ പഞ്ചാബ് 2-0 അവരുടെ ഹോമിൽ തോക്കുകയും ചെയ്തു. ഈ ഒരു തോൽവി മാത്രമാണ് ബംഗളൂരു എഫ് സിക്ക് പറയാനുള്ളത്. അന്നേരം ഇത്രയേ ഉള്ളൂ ആ ഒരു മാച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മൊത്തം 4ാമത്തെ പൊസിഷനിലാണ് ബംഗളൂരു നിൽക്കുന്നത്. 7 മത്സരങ്ങൾ കഴിഞ്ഞു, 4 വിന്ന്, 1 തോൽവി, 2 ഡ്രോയെ, 14 പോയിൻറ്റുമായിട്ട് 4ാം സ്ഥാനത്താണ് VS നിൽക്കുന്നത്. അന്നേരം അടിച്ചത് 10 ആണെങ്കിൽ വഴങ്ങിയത് 5 ഗോള്. അവർക്ക് ഡിസ്റ്റൻസ് 5 വരുന്നുണ്ട്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 7 മത്സരങ്ങൾ കളിച്ചു, അതിൽ 1 വിന്ന് പോലും ഇല്ല, 6 ലോസ്, 1 ഡ്രോയെ, 1 പോയിൻ്റ് പട്ടികയിൽ 13ാം സ്ഥാനത്ത്. 3 അടിച്ചു, 12 വഴങ്ങി എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ ഡിസ്റ്റൻസ് വരുന്നത്. അന്ന് 2 ഡിസ്റ്റൻസ് എങ്ങാണ്ട് ഒരു മൈനസ് എങ്ങാണ്ടൊക്കെ വരുന്നുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ന് തന്നെ പറയാൻ കഴിയും. അന്നേരം നിങ്ങൾ തന്നെ വിലയിരുത്തുക, ഈ ഒരു കളി കൊണ്ട് പോയി കഴിഞ്ഞാൽ VFC കീഴിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന്. ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇപ്പോൾ ഇത്ര പറയാനുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.